മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിൽ ലെബനീസ് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട്. അത് ലെബനീസ് ചിക്കൻ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നോക്കിയിട്ട് ലെബനീസ് ചിക്കൻ അല്ല, റെസ്റ്റോറൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ലെബനീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബാർബിക്യോ അല്ലെങ്കിൽ ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് താഴെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്നും വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കാണാം കേട്ടോ. ഹായ്. മസ്കറ്റിൽ വന്നതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ കേരള ഫുഡിന് ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പോൾ കേരള ഫുഡ് കേരള ഫുഡിന് കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് ആകെ കിട്ടുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ ചിക്കൻ ഫ്രൈ മേടിക്കാൻ വേണ്ടി ഒരു മലയാളി അതായത് കേരള റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ 3 റിയാലിന് കിട്ടിയത് എൻ്റെ 3 കുഞ്ഞു വിരലിൻ്റെ അത്രയുള്ള 3 ചിക്കൻ്റെ ഫ്രൈ ചെയ്ത പീസ്. അതേസമയം ഇതുപോലെ ലെബനീസ് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഇവിടെ അഫ്ഗാൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, തുർക്കി അതിൻ്റെ പേര് അജ്വ തുർക്കിയ എന്ന് പറഞ്ഞാണ് തുർക്കിക്കാരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞാൽ ഒറ്റ റിയാലിന് നമുക്ക് ഒരു വലിയ ഒരു ട്രേ നിറച്ച് സാധനം അത്രയും എന്നാ പറയുന്നത് വോളിയത്തിൽ അല്ലെ അത്ര അളവിൽ നമുക്ക് ചിക്കന് ഫ്രൈ അല്ല ബാർബിക്യൂ ചിക്കൻ അത് നമുക്കിവിടെ കിട്ടും ഒറ്റ റിയാലിന്. ആ റിയാലിന് കിട്ടുന്ന സാധനം മലയാളികളുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 3 റിയാൽ കൊടുത്താൽ എന്നാൽ കിട്ടുന്നതാണെങ്കിലോ 3 കുഞ്ഞുവിരലിൻ്റെ അത്ര ഉള്ള 3 പീസ്. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഇവിടെ വരുന്ന തന്നെ പണിയെടുത്ത് കാശുണ്ടാക്കി സേവ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെയുള്ള മലയാളികളുടെ കടയിൽ കയറി കഴിഞ്ഞാൽ നിക്കറ് കീറും. അത് കാരണം ഞാൻ ഇവിടെ വന്ന് നമുക്ക് ഒരു എന്നാ പറയുന്നത് എക്സ്പീരിയൻസ് വരുമ്പോഴാണല്ലോ നമ്മൾ മാറി ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയാം, നമ്മുടെ മലയാളികളിവിടെ വന്നു കഴിഞ്ഞാൽ മലയാളികളുടെ കടയിൽ ചെന്ന് കഴിയുമ്പം അവരുദ്ദേശിക്കുന്ന അവരുടെ ഇതെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്, നിങ്ങളുടെ വിശപ്പ് മാറിയില്ലെങ്കിലും ഞങ്ങൾക്ക് കാശ് വേണം. അതേസമയം നമ്മളൊരു അറബികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇപ്പം ഞാൻ പറഞ്ഞ ആ രാജ്യക്കാരുടെ കടയിൽ ചെന്നാൽ നിങ്ങളുടെ വിശപ്പ് മാറിയാൽ മതി, ഞങ്ങൾക്ക് കാശ് വിശപ്പ് മാറുന്നതാണ് മുഖ്യം. അതാണ് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ. ഇതിപ്പം നേരെ തിരിച്ച്. അതുകൊണ്ട് ഞാനിവിടെ വന്നേ പിന്നെ കൂടുതലും ഞാൻ വീട്ടിലുണ്ടാക്കുന്ന മലയാളി ഫുഡ് ഉണ്ടാക്കി കഴിക്കും. പുറത്തുള്ള അത്രയും പൈസ ആവത്തില്ല. അതുപോലെ ഇനിയിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ തുർക്കി റെസ്റ്റോറൻറ്റ്, അഫ്ഗാൻ്റെ റെസ്റ്റോറൻറ്റ്, പിന്നെ ഈ പറഞ്ഞ ലെബനീസ് റെസ്റ്റോറൻറ്റ്, അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് കൂടുതലും പോകാറുള്ളത്. അപ്പം എന്താ പറയുന്നത്, ഇതിപ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്കൊക്കെ ബാച്ചിലേഴ്സിൻ്റെ കാര്യം നമുക്ക് എന്തായാലും അവർക്ക് വീട്ടിലുണ്ടാക്കിയ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മാതിരി അത്രയും ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. ബാച്ചിലേഴ്സിന് എന്തായാലും അത് നല്ലൊരു കാര്യം കേട്ടോ. പിന്നെ മലയാളി ഫുഡ് ഇഷ്ടമുള്ള ഫാമിലീസിനൊക്കെ ആണെങ്കിൽ അവർക്കും കുഴപ്പമില്ല. ഞാൻ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആട്ടോ പറഞ്ഞത്. എനിക്ക് കേരള ഫുഡ് പുറത്തുനിന്ന് കഴിക്കുന്നത് നിക്കറ് കീറുന്നതിന് തുല്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു 2 പിള്ളേരൊക്കെ ഉള്ള ഫാമിലീസ് മലയാളി റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ പിന്നെ ഒരു 2-3 മാസത്തേക്ക് പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ 2-3 അല്ല അത്രയും മാസത്തേക്ക് ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. കാരണം അത്രയും കയ്യിൽ നിന്ന് കാശ് പോകും. അപ്പോൾ ഇനി കുറച്ചെണ്ണം കഴിഞ്ഞ് ഇനി കൂടുതൽ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. എനിക്ക് ബോറടിക്കത്തൊന്നുമില്ല, കാണുന്നവർക്ക് ആ കൂടി ഇച്ചിരി വേറെ കാണുന്നുള്ളൂ. തുടക്കത്തിൽ തന്നെ വെറുപ്പിക്കണ്ടല്ലോ. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. ഇനി പുറത്തേക്ക് പോയി ഇന്ന വഴിക്ക് അവരെ എടുക്കാൻ സമ്മതിച്ചാൽ കാണിക്കുക, അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് തീരും. പിന്നെ തിരിച്ച് വന്നിട്ടേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അതെ, അപ്പം നമ്മൾ പുറത്തേക്ക് ലെബനീസ് റെസ്റ്റോറൻറ്റിലേക്ക് ചിക്കൻ ബാർബിക്യൂ മേടിക്കാൻ വേണ്ടി പോവുക. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ സ്റ്റെപ്പ് തെറ്റി താഴെ കിടക്കും. നോക്കി ഇറങ്ങട്ടെ. പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെല്ലുന്ന വഴിക്ക് കാണിക്കാം. ചന്ദ്രൻ മാമനെ കണ്ടു മുകളിൽ. ചന്ദ്രൻ മാമൻ ഞാൻ ബൾബായിരിക്കുന്നു. ഫോണിൽ കൂടെ നോക്കുമ്പോൾ ഇതാണോ ഒമാനിപ്പൂച്ച റെസ്റ്റ് എടുത്ത് കിടക്കുക. അടുത്ത
മൂന്നാമത്തെ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. റെസ്റ്റോറൻറ്റിലെ തുർക്കിയല്ല ലെബനീസ് റെസ്റ്റോറൻറ്റിലേക്ക് എത്താറാവുന്നു. കുറച്ച് ദൂരം കൂടി ഉള്ളേ. നമ്മളിവിടെ ലെബനീസ് റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ എന്തോന്ന് പറഞ്ഞാൽ ഷവർമ അറബിക് ഡിഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ക്യാമറയൊക്കെ ഓണാക്കിയപ്പോഴത്തേനും പേരെല്ലാം മറന്നുപോയി. അപ്പോൾ എന്തോ ഒരു അളവുണ്ടെന്ന് പോയി നോക്കിയിട്ട് വരുന്നു. ആദ്യം എന്താ അപ്പോൾ സാധനം മേടിച്ച് തിരിച്ചു വന്നു. അപ്പോൾ എന്താ മേടിച്ച് അതിൻ്റെ ഷേപ്പൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരാം. ഓക്കെ. പൊതിക്കാതിരിക്കുന്നതാണ് ചിക്കൻ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ ഒരു വലിയ ട്രേ റബ്ബർ ഷീറ്റ് എടുക്കുന്ന ട്രേ പോലത്തെ അത്രയും വലിപ്പമുള്ള സാധനമാണിത്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലുള്ള സാലഡ്സാണിത്. ഇതിൻ്റെ അകത്ത് കാണിക്കാവേ. ഇതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്തൊക്കെ. ഇത് പച്ചക്കറി സാലഡ്. ഇതിൻ്റെ അകത്ത് ലെറ്റ്യൂസ്, പിന്നെ കുക്കുംബർ, ക്യാരറ്റല്ലോ, ടൊമാറ്റോ, അങ്ങനെ എന്തൊക്കെ സാധനമുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന മയണൈസ്. ഈ മയണൈസിൻ്റെ സാധനം കണ്ട്. ഇത് ഹമ്മൂസ് ആട്ടോ, മയണൈസ് അല്ല. ഇത് മയണൈസ് അല്ല, ഹമ്മൂസ് അല്ല, എന്തോ ഒരു സാധനം. ഇത് രണ്ടും അല്ലല്ലോ. ഇതാ ഹമ്മൂസ്. ഇതാണ് ഹമ്മൂസ്, മറ്റേത് മയണൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇത് 2 പിന്നെ ഈ സാലഡ്, പിന്നെ ചിക്കൻ ഇനി പൊട്ടിച്ച് തുറന്ന് പോയി ഡ്രസ്സ് മാറി മേക്കപ്പൊക്കെ ഒന്ന് ലിപ്സ്റ്റിക്കൊക്കെ കളഞ്ഞിട്ട് വന്നിട്ട് ചിക്കൻ പാക്കറ്റ് തുറക്കാം. അല്ലെ പിന്നെ ലിപ്സ്റ്റിക്ക് മുഴുവൻ തിന്നേണ്ടി വരും. വന്നിട്ട് കാണാം. നമുക്ക് കണ്ണാടി വെച്ച് തൂക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഇതിനകത്ത് വെച്ച് തൂത്തിട്ട് പോയി ഇനി നമുക്ക് ചിക്കൻ തുറന്നു നോക്കാം. പോരി ഗൈസ്. ഇതാണ് ഹമ്മൂസ്. മുമ്പത്തെ വീഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ റീറ്റേക്കാം. ഷെയ്ക്ക് മാറിയിട്ട് ഇത് ഹമ്മൂസ്. ഇതിൻ്റെ കൂടെ കിട്ടിയ മയണൈസ്. അല്ലേ മയണൈസ്. ഇതിൻ്റെ അറ്റത്ത് എന്തൊക്കെയോ ബേസിൽ ലീവ്സ് ആണെന്ന് തോന്നിയിട്ടിരിക്കുന്നത് ഇട്ടിട്ടുണ്ട്. പിന്നെ സാലഡ്. ഇത് ലെറ്റ്യൂസിൻ്റെ ഇല. പിന്നെ ഇത് തക്കാളി, പിന്നെ കുക്കുംബർ. പിന്നെ ഇതിനകത്ത് എന്തോ നാരങ്ങയാണെന്ന് തോന്നുന്നു. നാരങ്ങയുണ്ട്. പിന്നെ കോളിഫ്ലവർ, നാരങ്ങയുണ്ട്. ഇത്ര സാധനങ്ങളാണ് ലെബനീസിൻ്റെ കടയിൽ നിന്ന്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ സാധനമല്ല മേടിച്ചത്. അറബിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനം അതൊന്നുമല്ല മേടിച്ചത്. ഇനി നമുക്ക് ഇത് ട്രേ പോലെ ഇരിക്കുന്ന ചിക്കൻ മേടിക്കാനല്ല തുറക്കാം. ഈ അറ്റ ഇവിടെയാണ് തുറന്നിരിക്കുന്നത്. ചിക്കൻ തുറക്കുന്ന കേട്ടോ. ഇത്ര അളവിൽ നമുക്ക് നാട്ടിൽ ഒരു ഹോട്ടലിൽ നിന്നും കിട്ടില്ല 2 പേർക്ക് കഴിക്കാൻ. കണ്ടല്ലോ, ഫോയിൽ പേപ്പർ വെച്ചാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് തുറക്കട്ടെ. ഫോയിൽ പേപ്പർ മാറ്റി. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇതെന്ത് സാധനം, ഇതിൻ്റെ പേരെന്തുവാ, ഇത് എത്ര എണ്ണം നോക്കി. ഇതുണ്ട്, ഇത് 3. ഇതിങ്ങനെ കണക്കില്ലാതെ സാധനം അവർ തന്നുകൊണ്ടിരിക്കും. ശരിക്കും ഫുഡ് കഴിക്കണമെങ്കിൽ അറബിക് ഹോട്ടലിൽ പോയി കഴിക്കുക. അപ്പോൾ ഇത് മുകളിൽ തന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കുബൂസ് അല്ലല്ലോ, അവരുടെ ലെബനീസിൻ്റെ എന്തോ ലെബനൻകാരെന്തോ റൊട്ടിയാണോ ബ്രെഡാണോ, നമ്മുടെ ചപ്പാത്തി പോലെ ഇരിക്കും അതുപോലത്തെ ഒരു സാധനം. ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അറിയാവുന്നത് കമൻറ്റ് ചെയ്ത് പറയുക. ഇതിൻ്റെ പേരെന്നാന്ന് എനിക്കറിയാം. ഇതിൻ്റെ ചിക്കൻ്റെ കൂടത്തിൽ തിന്നാനുള്ള സാധനങ്ങൾ. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് വെച്ചോട്ടെ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിയിലുള്ള ചിക്കൻ കാണിക്കാം. ഇതിപ്പോൾ മുകളിലുള്ളതാണ് ഇത്ര ഞാൻ എടുത്ത് മാറ്റുന്നത്. ഇത് കൂടാതെ പീസായിട്ട് ചെറിയ പീസ് പോലെ കിടക്കുന്നുണ്ടോ, അത് മുറിച്ചിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സൈഡിൽ ഇതുപോലെ ചിക്കൻ ഉണ്ടോ. ഇതാണ് സാധനം, കാണാമല്ലോ. ഇത് കണ്ടോ, ഉള്ളിയുണ്ട്, തക്കാളി ചുട്ട് വെച്ചിരിക്കുന്നതിൻ്റെ അകത്ത്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇവിടെ തക്കാളിയുണ്ട്,
ഇറച്ചിയുണ്ട്, സവാള, ഇത് അത് കൂടാതെ സാലഡിൻ്റെ അകത്ത് സാധനങ്ങൾ. ഇപ്പം ഈ ഏറ്റവും മുകളിൽ കവർ ചെയ്ത റൊട്ടി പോരാതെ ഇതിൻ്റെ അടിയിൽ ബെഡ്ഷീറ്റ് മാതിരിയുള്ള ഇതിൻ്റെ അടിയിൽ എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ട, ഇത് വലിയ സാധനം സ്പ്രെഡ് ചെയ്തിരിക്കുക, ബെഡ്ഷീറ്റ് മാതിരിയുള്ള റൊട്ടി അതുമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ലെഗ് പീസ് ഇതെല്ലാം കൂടെ കൂടിയാണ് ഒരു പാക്ക്. ഇത് 2 പേർക്ക് കൂടുതലാണ്. ഇതെനിക്ക് ഇന്ന് തിന്നാലേ നാളെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുമുണ്ട്. അപ്പോൾ ഇനി തിന്നിട്ട് ബാക്കി എടുക്കാം. ഹമ്മൂസിൻ്റെ ഡിസൈൻ കണ്ടോ, ഫോർക്ക് വെച്ചിട്ട് 4 സൈഡിൽ കൂടെയും വര വരച്ചിരിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ സെറ്റ് സാരിയിൽ ബ്ലൗസ് ഇട്ട മാതിരിയാണ് കണ്ടോ. കൂടെ കിട്ടിയ പീസ് പോലെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ മസാല തേച്ചിട്ടുണ്ട്. നല്ല പുളിപ്പിൻ്റെ മണമുള്ള എന്തോ മസാലയാണ് ഇതിൻ്റെ അകത്ത് തൂത്തിരിക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട്. മുളക് പൊടി തേച്ചാന്ന് തോന്നുന്നത്. ഇത് ഞാൻ മയണൈസല്ല ഹമ്മൂസ് മുക്കി ഈ മസാലയുള്ള റൊട്ടി കഴിച്ചു നോക്കുക. കിടില, അടിപൊളി സാധനം. ഇനി ചിക്കനോട് ഇച്ചിരി തിന്ന് നോക്കട്ടെ. ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് മയണൈസ്, മറ്റേത് പൊട്ടിച്ചില്ല. നല്ലത് പൊട്ടിച്ചില്ല. ഇതൊന്ന് പൊട്ടിച്ച്. അപ്പോൾ ഉള്ള പൊട്ടിച്ചതിൻ്റെ അകത്ത് ഒന്നുകൂടെ മുക്കി ചിക്കൻ ഗ്രില്ലാണ് സാധനം. അപ്പോൾ ഇത്രയും സാധനം കേരളത്തിൽ എന്തായാലും കിട്ടത്തില്ല. കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പറയണേ കേട്ടല്ലോ. മയണൈസ് പൊളിച്ചു. ഇനി മയണൈസ് ഇട്ട് തേച്ചിട്ട് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഗൾഫ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാധനം തിന്നുവാണെങ്കിൽ വയറും നിറയും, കാശും കുറവാണ്. മയണൈസ് കിട്ടില്ല, മയണൈസാണ്. ഇതിൻ്റെ 4 സൈഡും ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ബേസിൽ ലീവ്സ് വെച്ച്. കണ്ടോ, ഇവിടെ 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 ഇവിടെ. ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് വ്ലോഗ് തീർക്കും. ഓക്കെ.